Hello. Hello, yes. അപ്പോൾ നമ്മളന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഫോറക്സ്. ഓക്കെ, അപ്പോൾ നമ്മളന്ന് നമ്മൾ ബേസിക്കായിട്ട് ഫോറക്സിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് ഇതൊക്കെയാണ്. എന്താണ് ഫോറക്സ്, അതായത് എങ്ങനെയാണ് ഫോറക്സ് വർക്ക് ചെയ്യുന്നത്, ബേസിക് ആയിട്ടുള്ള ഫോറക്സിന്റെ കുറച്ച് ടെർമിനോളജീസ് കാര്യങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, പിന്നെ നമ്മൾ എന്തിലാണ് ട്രേഡ് ചെയ്യാൻ പോണേ, കറൻസി പെയർസ് അത് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തേക്കുന്നു, അത് സെപ്പറേറ്റ് ചെയ്തേക്കുന്നു, മേജറായിട്ട് മൈനറായിട്ട് എക്സോട്ടിക് ആയിട്ട് അത് എന്തൊക്കെ ടൈപ്പാണ് അതിനെക്കുറിച്ച്. പിന്നെ ബേസ് കറൻസി, കോഡ് കറൻസി എന്നുള്ള ഒരു ടെർമിനോളജി. പിന്നെ ബിഡ് പ്രൈസ്, ആസ്ക് പ്രൈസ് എന്താണ്, അതെങ്ങനെയാണ് സ്പ്രെഡായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ അറിയേണ്ട മെയിൻ ആയിട്ടുള്ളത് പ്രൈസ് മൂവ് ചെയ്യുന്ന പ്രൈസ് പോയിന്റ്സ്, പിപ്പ് എന്ന് പറയുന്ന രീതിയിലാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. നമ്മൾ ഈ പോയിന്റ്സ് വെച്ചിട്ടല്ല പറയുന്നത്, പിപ്പ് വെച്ചിട്ടാണ് പറയുന്നത്. ഇത്ര രൂപ ചേഞ്ച് ചെയ്തു ഡോളറിലല്ല പറയുന്നത്, പിപ്പിലാണ് പറയുന്നത്. അതെങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടതെന്ന്. പിന്നെ ലോട്ട് സൈസ് എങ്ങനെയാണ്, അതിൽ പൊസിഷൻ സൈസ് ചെയ്യണ്ടേ, നമ്മൾ ക്വാണ്ടിറ്റി എടുക്കണ്ടേ, നമ്മുടെ റിസ്ക് മാനേജ്മെന്റ് ഇത് കറക്റ്റ് ആയിട്ട് എങ്ങനെ ക്വാണ്ടിറ്റി എടുക്കണം, അതിന് എങ്ങനെയൊക്കെയാണ് ലോട്ട് സൈസ് ഡിഫറൻഷിയേറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ലിവറേജ്, മാർജിൻ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഫോറക്സിൽ. ഓക്കെ, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഡൗട്ടുള്ള സെക്ഷനും ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഫോറക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് മ്യൂട്ട് ചെയ്ത ആരാ മ്യൂട്ട് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഹലോ, മ്യൂട്ട് ചെയ്യാമോ? ഹലോ, മ്യൂട്ടാണല്ലോ സാറേ. എല്ലാവരും മ്യൂട്ടാണോ? അപ്പോൾ നമ്മൾ പറയുന്ന മെയിൻ ആയിട്ടുള്ളൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് നമ്മളൊരു കറൻസി പെയർ മാത്രമല്ല. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു കറൻസി മാത്രമല്ല. ഇപ്പോൾ ഫോറക്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ കറൻസി പെയർ തമ്മിലുള്ള ട്രേഡിംഗ് ആണെന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പണ്ട് കറൻസി പെയർസ് മാത്രമേ ഉണ്ടായുള്ളൂ, കറൻസിയും കമ്മോഡിറ്റി മാത്രമാണ് ട്രേഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഫോറക്സിൽ. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം നമുക്ക് എന്തൊക്കെ അസറ്റ്സ് ട്രേഡ് ചെയ്യാൻ പറ്റും, കറൻസി പെയർസ്, അതായത് ഓരോ രാജ്യത്തിൻ്റെ കറൻസികളിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും.
പിന്നെ ക്രിപ്റ്റോ കറൻസീസ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ കറൻസീസ് ആണ് ഈ എതീറിയം, ബിറ്റ്കോയിൻ, ഷിബ് എന്നൊക്കെ പറയുന്ന പോലെ USDT. അതേപോലെ തന്നെ നിങ്ങൾ പല നമുക്ക് ടാഞ്ചബിൾ അല്ലാത്ത പക്ഷേ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഡിജിറ്റലി ഫോർമാറ്റിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന കോയിൻസ് ആണ്. ഈ പറഞ്ഞ കൂട്ട് അതിൻ്റെ വാല്യൂ ഉണ്ടാവും. ഇപ്പോൾ ഏകദേശം ബിറ്റ്കോയിൻ്റെ വാല്യൂ ഒക്കെ ഏകദേശം നിങ്ങൾക്ക് അറിയാൻ പറ്റും. 1 lakh ഡോളറൊക്കെ ക്രോസ് ചെയ്ത് നിൽക്കുകയാണ്. 1 കോടിയുടെയൊക്കെ മുകളിലാണ് ഇപ്പോഴത്തെ റേറ്റ് ബിറ്റ്കോയിൻ്റെ. അതിപ്പോൾ ഇടിഞ്ഞു റീസെൻ്റ്ലി, പിന്നെ നന്നായിട്ട് ഇടിഞ്ഞ് താഴ്ത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് റേറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. അതൊക്കെ ഭയങ്കര എന്താ നല്ല ന്യൂസൊക്കെ വന്നിട്ടുള്ളതാണ്. ക്രിപ്റ്റോ കറൻസീസിൽ ബിറ്റ്കോയിൻ്റെ ഒക്കെ റേറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ്. പിന്നെ ETF എന്താണ്? എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ്. ഇപ്പോൾ വലിയൊരു കമ്മോഡിറ്റി ഗോൾഡൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് ആണ്. 5 ലക്ഷം രൂപയാണ് ഒരു ഔൺസ് ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാർക്കറ്റിൽ ഔൺസിലാണ് കമ്മോഡിറ്റി ഒക്കെ പറയുന്നത്. സിൽവർ ആണെങ്കിൽ ഔൺസിലാണ് പറയുന്നത്, നാച്ചുറൽ ഗ്യാസ് ആണെങ്കിൽ ഔൺസിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ഉള്ള വലിയൊരു ഈ കമ്മോഡിറ്റി ഔൺസിലാണ് പറയുന്നത്. ഒരു ഔൺസാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ അത് ഏകദേശം 5 ലക്ഷം രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ് വെച്ചിട്ട് ഒരു ഔൺസ് പർച്ചേസ് ചെയ്യണേ. ഒരു ഗോൾഡിൻ്റെ ഔൺസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ വരും. അപ്പോൾ അത് ETF എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പിന്നെയും ഈ 5 ലക്ഷം രൂപേനെ സ്ലൈസസ് ആയിട്ട് വളരെ ചീപ്പായിട്ടുള്ള റേറ്റിലോട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചിലപ്പോൾ 150 രൂപ 140 രൂപയ്ക്ക് വരുള്ളൂ ഒരു ETF, ഗോൾഡിൻ്റെ ETF പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങനെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാണ് ETF എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ സ്റ്റോക്കുകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓരോരോ രാജ്യത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബ്ലൂ ചിപ്പ് സ്റ്റോക്ക് ലോകത്തുള്ള എല്ലാ ETF സ്റ്റോക്കുകളാണെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ബോണ്ടുകൾ, ട്രഷറീസ്, ഗവൺമെൻറ് ബോണ്ടുകൾ, പല രാജ്യത്തിൻ്റെ പല ട്രഷറീസ്, ബോണ്ടുകൾ എല്ലാത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇൻഡെക്സുകൾ എന്തൊക്കെയാണ്? ഇൻഡെക്സുകൾ നമുക്ക് പറയുമ്പോൾ ഏതാണ്? നമ്മുടെ നിഫ്റ്റി ഒരു ഇൻഡെക്സ് ആണ്, നിഫ്റ്റി. അതേപോലെ നാസ്ഡാക്ക്, ഡോ ജോൺസ്, നിക്കി എന്നല്ലേ പേര്, ജസ്റ്റ് നോക്കിക്കോട്ടെ. അപ്പോൾ അത് അങ്ങനെ ഓരോ രാജ്യത്തിനും ഓരോ ഇൻഡെക്സുകളുണ്ട്. അപ്പോൾ ആ ഇൻഡെക്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രേഡ് ചെയ്യാൻ പറ്റും. വേൾഡ് വൈഡ് ഉള്ള എല്ലാ ഇൻഡെക്സുകളും നമുക്ക് ട്രേഡബിൾ ആണ്. അതേപോലെ കമ്മോഡിറ്റീസ് എന്തൊക്കെയാണ്? ഗോൾഡ്, സിൽവർ, നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ. ഇതൊക്കെ ഈ ഓയിൽ ഇപ്പോൾ ഓയിലിൻ്റെ റേറ്റ് അറിയാലോ. ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് വളരെ പമ്പ് ചെയ്തിട്ട് ഇപ്പോൾ താഴത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ US ഓയിൽ, ക്രൂഡ് ഓയിൽ ഒക്കെ നമുക്ക് കമ്മോഡിറ്റിയിൽ വരുന്നതാണ്. അതൊക്കെ ട്രേഡബിൾ ആണ്. ഓക്കെ, ഇത്രയും ഇൻസ്ട്രുമെന്റ്സ്, അതായത് ഇത്രയും അസെറ്റ്സുകൾ ഏകദേശം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഓൾമോസ്റ്റ് എല്ലാം വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഫോറക്സിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് അതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ കറൻസിയിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്, പല കോമ്പിനേഷൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ക്രിപ്റ്റോയിലുണ്ട്, അതേപോലെ തന്നെ ETF പല ETF സ്റ്റോക്കുകളിൽ പല സ്റ്റോക്കുകളുണ്ട്, ബോണ്ടുകളുണ്ട്, ട്രഷറീസ് ഉണ്ട്, ഇൻഡെക്സുകൾ തന്നെ പല രാജ്യത്തിൻ്റെ പല ഇൻഡെക്സുകളുണ്ട്, കമ്മോഡിറ്റീസ് ഉണ്ട്. സോ ഇത് എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആയിട്ടുള്ള അസെറ്റ്സുകൾ നമുക്ക് ഇതിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു മാർക്കറ്റിൽ തന്നെ ഇത്രയും പല കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് ആ ഒരു കറൻസി, അല്ലെങ്കിൽ അത് ക്രിപ്റ്റോ ആണോ, കറൻസി പെയർ ആണോ, ETF ആണോ, എന്താണോ നിങ്ങൾക്ക് അതിൽ ഫേവറബിൾ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടം ട്രേഡ് ചെയ്യാനായിട്ട്, അത് നിങ്ങൾക്ക് അതിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ ഫോറക്സ് എന്ന് വെച്ചാൽ എന്താണെന്നാണ് പറയുന്നത്. നമ്മൾ ഫോറക്സ് എന്ന് കേട്ടിട്ടുണ്ട്. അതിന് ഫുൾ ഫോം എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് എന്നാണ്. നമുക്ക് എന്താ പറയാൻ പറ്റും? ഒരു കാര്യം, ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ചക്ക അത് വേറൊരാൾക്ക് കൊടുക്കുമ്പോഴാണ് അത് എക്സ്ചേഞ്ച് നടക്കുന്നത്.
അപ്പോൾ അതിന് പകരമായിട്ട് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ ഒരു എക്സ്ചേഞ്ച് ആണ് നടന്നത്. അപ്പോൾ ഒരു ചക്ക കൊടുത്തു, അതിന് ചക്കയ്ക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു 50 രൂപ നിങ്ങൾക്ക് അതിന് കിട്ടി. ഒരു എക്സ്ചേഞ്ച് ആണ് അവിടെ നടന്നത്. ഓക്കെ, ഇതേപോലെ എക്സ്ചേഞ്ച് നടക്കുന്ന ആ ഒരു രീതിയിലാണ് ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് ഫോറക്സ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു കൈമാറ്റമാണ് അവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അങ്ങനത്തെയാണ് അവിടുത്തെ മൊത്തം ഓപ്പറേഷൻസ് അങ്ങനെയാണ് നടക്കുന്നത്. ഒരു കറൻസിയിൽ നിന്ന് വേറൊരു കറൻസിയിലോട്ടുള്ള എക്സ്ചേഞ്ച്, ഒരു കമ്മോഡിറ്റിയിൽ നിന്ന് വേറൊരു കറൻസിയിലോട്ടുള്ള എക്സ്ചേഞ്ച്, അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോയിൽ നിന്ന് വേറൊരു കറൻസിയിലോട്ടുള്ള എക്സ്ചേഞ്ച്. ഓക്കെ, അങ്ങനെ ഒരു എക്സ്ചേഞ്ച് ആണ് അവിടെ നടക്കുന്നത്. ആ എക്സ്ചേഞ്ചിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ആ എക്സ്ചേഞ്ചിനെ കുറിച്ചാണ് നമ്മൾ ഇനി വരും ക്ലാസ്സുകളിൽ പറയുന്നത്. എന്ത് ടൈപ്പുള്ള എക്സ്ചേഞ്ച് ആണ് അവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ഫോറക്സ് മാർക്കറ്റ് നമ്മൾ അതിനെ ഫോറക്സ് മാർക്കറ്റിനെ കുറച്ചും കൂടി ചെറുതാക്കിയിട്ട് നമ്മൾ ആ എഫും എക്സും കൊടുത്തിട്ട് ഫോറക്സിന്റെ എഫ് എക്സ് കൊടുത്തിട്ട് എഫ് എക്സ് എന്നും കൂടെ പറയാറുണ്ട്. ഇപ്പൊ ട്രേഡ് ടോക്സ് എന്ന് പറയുകയാണെങ്കിൽ ട്രേഡ് ടോക്സ് എഫ് എക്സിന് കൂട്ടിച്ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഫോറക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി എന്നുള്ളൊരു ഇതിൽ നമുക്ക് പറയാൻ പറ്റും. അതൊരു കുറച്ചും കൂടി ചെറിയ അബ്രിവേഷൻ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഭയങ്കര ഷോർട്ടർ ഫോമായിട്ട്. പിന്നെ അത് കറൻസി ട്രേഡിംഗ് ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കറിയാം എക്സ്ചേഞ്ച് ചെയ്യാൻ പോണതും കറൻസിയിലോട്ടാണ്. ഇപ്പോൾ ഗോൾഡ് USD അല്ലെങ്കിൽ യൂറോയിലോട്ടൊക്കെ ആയിരിക്കും എക്സ്ചേഞ്ച് ചെയ്യുന്നത്. നമ്മളൊരു കാര്യം കൊടുത്തിട്ട് വേറൊരു കാര്യത്തിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള മൂല്യം നടക്കുന്നത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് കറൻസിയിലോട്ടാണ്. അപ്പോൾ കറൻസി ട്രേഡിംഗ് ആണ് ഏറ്റവും കൂടുതൽ അതിൽ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ ട്രേഡേഴ്സ് കൺസിസ്റ്റ് ഓഫ് ഇതിൽ പല ടൈപ്പ് ഓഫ് ഇതിൽ പാർട്ടിസിപ്പേഷൻസ് ആണ് പറയുന്നത്. പാർട്ടിസിപ്പേഷൻ ചെയ്യുന്ന ആൾക്കാർ പല ടൈപ്പാണ്. ബാങ്കുകൾ, ഇൻഡിവിജ്വൽസ്, നമ്മളെപ്പോലെ ഉള്ളവർ ഇൻഡിവിജ്വൽസ്, അതുപോലെ തന്നെ കമ്പനീസ്, സെൻട്രൽ ബാങ്കുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ്, കമേഴ്ഷ്യൽ ബാങ്കുകൾ, ബ്രോക്കേഴ്സ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, സെൻട്രൽ ബാങ്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ RBI ഒക്കെ പോലെ ബാങ്ക് ഓഫ് ജപ്പാൻ, പിന്നെ ഫെഡറൽ റിസർവ് USA അങ്ങനത്തെ പല പല സെൻട്രൽ ബാങ്കുകൾ ഇതിൽ ഇൻവോൾവ് ആണ്. ഇപ്പോൾ വേൾഡിൽ തന്നെ എല്ലാ രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക് തന്നെ മെയിൻ ബാങ്കുകൾ തന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് മെയിൻ ബോഡി ആയിട്ട്. മെയിൻ മാർക്കറ്റുകൾ തന്നെ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ബാങ്ക് ഓഫ് ദി ബാങ്ക് എന്ന് പറയുന്ന സെൻട്രൽ ബാങ്കുകൾ തന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ HDFC, ICICI, SBI അങ്ങനത്തെ ഉള്ള പല പല കൊമേഴ്ഷ്യൽ ബാങ്കുകൾ. അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകൾ പിന്നെ ബ്രോക്കേഴ്സ്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യാൻ പോണത് ഒരു എൽപാരി അല്ലെങ്കിൽ HFM അല്ലെങ്കിൽ സ്റ്റാർ ട്രേഡർ അല്ലെങ്കിൽ വാൻറ്റേജ്, അതേപോലെയുള്ള പല പല ബ്രോക്കേഴ്സ് ഉണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ. നമ്മളൊരു മാർക്കറ്റിലോട്ട് ക്യാപിറ്റൽ ഇറക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്രോക്കർ വേണ്ടേ. അപ്പം നമ്മുടെ ഫണ്ട് എന്തിലേക്കിടുന്നു? ബ്രോക്കറിലിടുന്നു. ബ്രോക്കർ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്? ട്രേഡ് ചെയ്യാൻ പോണത്. അപ്പോൾ ആ ട്രേഡേഴ്സിനും മാർക്കറ്റിന് ഇടയിൽ നിൽക്കുന്ന ബ്രോക്കേഴ്സ്, അത് പല ടൈപ്പ് ഉണ്ട്. അത് മാർക്കറ്റിന്റെ പാർട്ടിസിപ്പേഷനിൽ വരുന്ന ആൾക്കാർ തന്നെയാണ്. റീറ്റെയിൽ ട്രേഡേഴ്സ് നമ്മൾ തന്നെയാണ്. നമ്മളെ പോലെയുള്ള വേൾഡിലുള്ള എല്ലാ റീറ്റെയിൽ ട്രേഡേഴ്സും ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഹെഡ്ജ് ഫണ്ടുകൾ. ഇപ്പോൾ വലിയ വലിയ ഹെഡ്ജ് ഫണ്ടുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഹെഡ്ജ് എന്ന് വെച്ചാൽ എന്താ? അറ്റ് എ ടൈം ബൈ പെർസ്പെക്റ്റീവും സെല്ലിലും പൊസിഷൻസ് ഉണ്ടാവും. ഏതാണോ കൂടുതൽ പ്രോഫിറ്റ് വരുന്നത് അപ്പോൾ ആ ലോസ് കട്ട് ചെയ്തിട്ട് പ്രോഫിറ്റ്. ഫണ്ടുകൾ വരുന്നുണ്ട്, വലിയ വലിയ ഹെഡ്ജ് ഫണ്ടുകൾ. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അപ്പോൾ വാൻഗാർഡ് അങ്ങനത്തെ പോലെയുള്ള വലിയ വലിയ ഹെഡ്ജ് ഫണ്ടുകൾ കിട്ടും. ഇൻവെസ്റ്റ്മെന്റ് ഫിംസ്, ബ്ലാക്ക് റോക്ക്, JP Morgan, സ്റ്റാൻലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയപ്പെടുന്ന വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഫിംസ് ഉണ്ട്. അത് മ്യൂച്വൽ ഫണ്ടുകളൊക്കെ പോലെ തന്നെയാണ്. റീറ്റെയിലേഴ്സിൻ്റെ ഇന്ന് കുറേശ്ശെ പൈസ മേടിച്ചിട്ട് വലിയൊരു ഹ്യൂജ് മണിയായിട്ട് പൂൾ ചെയ്തിട്ട് മാർക്കറ്റിലോട്ട് ഇറക്കുന്ന ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനികൾ. നിങ്ങൾക്ക് അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾ എന്നാണ് അതിനെ പറയുന്നത്.
നമ്മുടെ ഇന്ത്യയിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന തൊട്ട് മ്യൂച്വൽ ഫണ്ടുകളൊക്കെ അസറ്റ് മാനേജ്മെന്റ് കമ്പനികളാണ്. പരാഗ് പരീഖ് അല്ലെങ്കിൽ HDFC, ICICI പ്രൊഡൻഷ്യല്, നിങ്ങൾ ഈ ഗ്രോ, ഇതൊക്കെ മ്യൂച്വൽ ഫണ്ടുകളാണ്. അപ്പോൾ അതേപോലത്തെ കുറച്ചും കൂടി വലിയതായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഫിംസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ബ്ലാക്ക് റോക്ക്, വാൻഗാർഡ്, എന്താണ് JP മോർഗൻ. നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കി, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള. ഓക്കെ, പിന്നെ കോർപ്പറേറ്റ്സ്, അതായത് ഇമ്പോർട്ട് എക്സ്പോർട്ടും ചെയ്യുന്ന ആൾക്കാർ, എയർലൈൻസ്, അദാനി, വിഴിഞ്ഞ പോട്ടൊക്കെ അറിയാലോ. അങ്ങനത്തെ ലോകത്തുള്ള എല്ലാ ബിഗ് കോർപ്പറേറ്റ്സ് കമ്പനികളും ഇത് ഇപ്പോൾ ഓൾമോസ്റ്റ് വേൾഡിലുള്ള ഫിനാൻഷ്യൽ സെക്ടറിൽ വരുന്ന എല്ലാ ക്രൈറ്റീരിയയിൽ വരുന്ന എല്ലാ ടൈപ്പ് ആൾക്കാരും എന്തിൽ വരുന്നുണ്ട്, ഇത് ഈ ഫോറക്സ് മാർക്കറ്റിന്റെ വോളിയത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു മാർക്കറ്റാണ്. അപ്പോൾ അത്രയും ലോകത്തുള്ള എല്ലാ ബിഗ് പ്ലെയേഴ്സും ഇതിൽ ഇൻവോൾവ് ആണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇതിൽ. ഓക്കെ, അതേപോലെ തന്നെ ആ പറയുന്ന ഇതിൽ തന്നെ ഉണ്ട് അതിന്റെ വോളിയം. ലോകത്തുള്ള ഇത്രയും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാവരും വന്ന മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ഇത്രയും വലിയതായിരിക്കും അല്ലേ. അതുമ്പോൾ നിങ്ങൾ നോക്കി, ഇവിടെ പറയുന്നത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, ലണ്ടൻ മാർക്കറ്റ്. അതായത് യൂറോപ്യൻ മാർക്കറ്റിന്റെ വോളിയമാണ് ഇവിടെ കാണിക്കുന്നത്. 7.2 ബില്യൺ ആണ് കാണിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ടോക്കിയോ എന്ന് പറഞ്ഞാൽ ഏഷ്യൻ സെക്ഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഏഷ്യയിലുള്ള നമ്മുടെ രാജ്യം ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും ടോക്കിയോയിൽ വരുന്നത്. അത് മൊത്തം പറയുന്നത് 18.9 ബില്യൺ ആണ് ഏഷ്യൻ ടോക്കിയോ പറയുന്നത്. അതേപോലെ തന്നെ ന്യൂയോർക്ക് പറയുന്നത്, അതായത് അമേരിക്കൻ കൺട്രീസ് ഒക്കെ പറയുന്നത് 22.4 ബില്യൺ ആണ്. ഇതൊക്കെ വെച്ച് അതിന്റെ സ്റ്റോക്ക് മാർക്കറ്റ് വോളിയമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഡെയിലി ആവറേജ് ഡെയിലി ട്രേഡിംഗ് വോളിയം ഇതിന്റെയൊക്കെ കമ്പാരിറ്റീവ്ലി ഇതൊക്കെ 8 ട്രില്യന്റെ ഒക്കെ എടുത്തു വരുന്നുണ്ട് ഏകദേശം ഫോറക്സ് മാർക്കറ്റിന്റെ വോളിയം എന്ന് പറഞ്ഞപ്പോൾ. ഇതിന്റെയൊക്കെ അപേക്ഷിച്ച് നിങ്ങൾ നോക്കി, ആ വലിപ്പം നോക്കി, അത്രയും വലിയ 8 ട്രില്യൺ ഒഴുകുന്ന ഡെയിലി ആവറേജ് വോളിയം 8 ട്രില്യൺ ഒഴുകുന്ന മാർക്കറ്റിലാണ് നമ്മുടെ ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പല രാജ്യങ്ങൾ ഇതിൽ ഇൻവോൾവ് ആണ്. നമുക്ക് പല സെഷൻ ടൈമിങ് വരും. അതായത് നമുക്കറിയാം, നമുക്ക് ഏഷ്യ ഒരു വൻകരയാണ്. അതേപോലെ വേറെ ഏതാണ്, ന്യൂയോർക്ക്, അമേരിക്കൻ കോണ്ടിനെന്റ് ഉണ്ട്. പിന്നെന്താ, നമുക്ക് എത്ര ടൈപ്പ് ഓഫ് കോണ്ടിനെന്റ്സ് ഉണ്ട് അവരൊക്കെ പറയാം. അപ്പോൾ നമുക്ക് ആൾക്കൂടി ട്രേഡ് ചെയ്യാത്ത ആൾക്കാരുള്ള കോണ്ടിനെന്റ് ആണ് അന്റാർട്ടിക്കയാണ്. അവിടെ പെൻഗ്വിൻ മാത്രമേ ഉള്ളൂ. സോ അവിടെ ട്രേഡ് ഉണ്ടാവില്ല. ബാക്കിയുള്ള കൺട്രീസ്, അതായത് അമേരിക്കൻ കോണ്ടിനെന്റ് ആണെങ്കിലും ആഫ്രിക്കൻ ആണെങ്കിലും ഓസ്ട്രേലിയൻ കോണ്ടിനെന്റ് ആണെങ്കിലും ഏഷ്യൻ കോണ്ടിനെന്റ് ആണെങ്കിലും യൂറോപ്യൻ ആണെങ്കിലും, അപ്പോൾ ഇതേപോലെ പല എന്തുണ്ട് ടൈം സോൺസ് വരും അല്ലെ. പല ടൈമിംഗ് ആയിരിക്കും അവിടുത്തെ ഓരോരോ കോണ്ടിനെന്റ്സ് ആണെങ്കിലും അവരുടെ ടൈം സോൺസ് ഡിഫറെന്റ് ആയിരിക്കും. അവിടുത്തെ രാജ്യങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പണിംഗ് ടൈം വേറെ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ജസ്റ്റ് ഞാനിപ്പോ ഇതിലേക്ക് പോവാണ്. നമ്മൾ ജസ്റ്റ് നിങ്ങൾ ഇത് അടിച്ചു നോക്കിയാൽ മതി. ബേബി പിപ്സ് എന്ന് അടിക്കാം. ബേബി പിപ്സ് എന്ന് നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ബേബി പിപ്സ് എന്നുള്ള ഒരു സൈറ്റ് കിട്ടും. അതിൽ നിങ്ങൾ ടൂൾസ് എടുക്കുക. ടൂൾസ് എടുത്തിട്ട് ഫോറക്സ് മാർക്കറ്റ് അവേഴ്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ കറന്റ് ഓടിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും. അതെ, ഇപ്പോൾ നമുക്ക് എന്തൊക്കെ ടൈപ്പ് മാർക്കറ്റ്, അപ്പോൾ സിഡ്നി ഉണ്ട്, ടോക്കിയോ ഉണ്ട്, ലണ്ടൻ ഉണ്ട്, 4 സെഷൻസ് ആണ് നമുക്കുള്ളത്. 4 ടൈമിംഗ് ആണ് പറയുന്നത്. ഇത് കണ്ടോ, ഈ കൊടി കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടല്ലോ, ഇതൊരു ഓസ്ട്രേലിയൻ കോണ്ടിനെന്റ് ആണ്. ഓസ്ട്രേലിയൻ കോണ്ടിനെന്റില് സ്റ്റാർട്ടിങ് ടൈം വരുന്നത് രാത്രി 1:35 AM രാത്രി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യ ടൈമിംഗ് വെച്ചാണ് പറയുന്നത്. അത് എൻഡ് ചെയ്യുന്ന ടൈമിംഗ് എന്നൊക്കെ പറഞ്ഞാൽ 10:17 രാവിലെ. അപ്പോൾ അത് രാവിലെയാണ് അത് തീരുന്നത്.
അപ്പൊ അത് തീരണതിന് മുമ്പ് തന്നെ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? ഏഷ്യൻ കോണ്ടിനെന്റിലെ ടൈമിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏഷ്യൻ ടോക്കിയോ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ടോക്കിയോ, അതായത് ടോക്കിയോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ജപ്പാനാണ്. ജപ്പാന്റെ ടൈമിങ്, സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ടൈം രാവിലെ 5:39 ഓക്കെ. 5:39 തുടങ്ങി. ഈ സിഡ്നി ആണെങ്കിലും ടോക്കിയോ ആണെങ്കിലും അറ്റേ ടൈം ഇത് കണ്ടോ, ഇവിടെ സിഡ്നി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ടോക്കിയോയുടെ സെഷനും കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. അപ്പോൾ രണ്ട് സെഷൻസും എന്ത് ചെയ്യുന്നുണ്ട്? ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. രണ്ട് ടൈമും ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ടൈമിങ് നോക്കി, ഓവർലാപ്പ് ചെയ്യുന്ന ടൈം ഓക്കെ. 5:30 തുടങ്ങി രാവിലെ 10:30 വരെ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടും ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എൻഡ് ചെയ്ത് ടോക്കിയോ എൻഡ് ചെയ്തിട്ട് പിന്നെ അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യണത് ഏതാണ്? ലണ്ടനാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ടോക്കിയോ തീരണതിന് മുമ്പ് തന്നെ ലണ്ടൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1:30-ക്കാണ്, ഉച്ചയ്ക്ക് നമ്മുടെ ഇന്ത്യൻ ടൈം 1:30-ക്കാണിത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോഴും നമുക്ക് ടോക്കിയോ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ രണ്ട് മാർക്കറ്റ് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ചെയ്യണത് 10:32-10:32 എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ എന്ത് തുടങ്ങിയിട്ടുണ്ട്? ന്യൂയോർക്ക് മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട്. ന്യൂയോർക്ക് മാർക്കറ്റ് എപ്പോഴാണ് തുടങ്ങുന്നത്? 5:30-ക്കാണ് തുടങ്ങുന്നത്. ഇപ്പോൾ ലണ്ടനും ന്യൂയോർക്കും തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. അത് എൻഡ് ചെയ്ത് അപ്പോൾ ഏകദേശം എൻഡ് ചെയ്യുന്ന ടൈം ഏതാ? എൻഡ് ചെയ്യുന്ന ടൈമിൽ സിഡ്നി ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ന്യൂയോർക്കും സിഡ്നിയും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ പല സെഷൻസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഇത് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത് 24 hours ആണ്. ഇത് 24 hours ആണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അത് നമുക്ക് ഏകദേശം മൺഡേ ടു ഫ്രൈഡേ വരെയാണ് മാർക്കറ്റിന്റെ കണ്ടിന്യൂഷൻ. ശനിയും ഞായറും അവധിയാണ്. ബാക്കി മൺഡേ തുടങ്ങി ഫ്രൈഡേ വരെ കണ്ടിന്യൂസ് മാർക്കറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂർ മാർക്കറ്റ് ഉണ്ടാവും. നിങ്ങൾ രാത്രി നോക്കി എനിക്ക് നോക്കിയാലും മാർക്കറ്റ് റൺ ഉണ്ടാവും. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം ഒക്കെ മാർക്കറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്? ഓരോ സെക്ഷൻ വെച്ചിട്ടാണ്. സിഡ്നി ഉണ്ടാവും, ടോക്കിയോ ഉണ്ടാവും, ലണ്ടൻ ഉണ്ടാവും, ന്യൂയോർക്ക് ഉണ്ടാവും. 4 സെഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്തേക്കുന്നത്? സെഷൻ വൈസ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മനസ്സിലായി വിചാരിക്കുന്നു. മനസ്സിലായില്ലേ? ചെയ്യാം. ആർക്കെങ്കിലും ക്ലിയർ ആവാനുണ്ടോ? ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാറേ, ഇതിന്റെ ഡെയിലി ടൈമിങ് വന്നിട്ട് നൈറ്റില് കുറച്ചൊരു അവേഴ്സ് അതിന് സ്റ്റോപ്പ് ചെയ്യല്ലേ? എങ്ങനെ? നൈറ്റില് നൈറ്റിലൊരു ചെറിയൊരു 1 hour, അത് ഒട്ടും ഒളിയില്ലാത്ത ടൈമാണ്. അത് സിഡ്നിയും ടോക്കിയോയും തമ്മിൽ വരുന്ന ഒരു 1 hour വ്യത്യാസത്തില് അതവിടെ സ്ട്രക്കായി നിൽക്കണതല്ല, മൂവ്മെന്റ് ഉണ്ടാവും. എന്നാലും നമുക്ക് സ്ട്രക്കായി നിൽക്കുന്ന തോന്നും. മാർക്കറ്റ് ഉണ്ടാവും അല്ലേ? മാർക്കറ്റ് ഉണ്ടോ? ട്രേഡ് നടക്കത്തില്ല. ട്രേഡ് നടക്കും. ഓക്കെ. പക്ഷെ മാർക്കറ്റ് അധികം ഓളിയും ഇല്ലാത്തതുകൊണ്ട് അനങ്ങത്തില്ല. ഓ, ശരി ശരി ശരി. 1 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. ആ 1 മണിക്കൂർ അങ്ങനെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇങ്ങനെ ടൈമിങ് ഷെഡ്യൂൾ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഇതിനെ പല പല സെഷൻസ് ഉണ്ട്. അപ്പോൾ പല പല ടൈമിങ്ങിലും നമുക്ക്, അപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഓവർലാപ്പിംഗ് ടൈം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ 2 സെഷൻസ്, 2 സ്റ്റോക്ക് മാർക്കറ്റ് തുറക്കുന്ന ടൈം ഒറ്റ ടൈം വരെയാണ്. അതായത് ലണ്ടനിൽ ഓൾറെഡി മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ന്യൂയോർക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ 2 ഓളിയോ കൂടി ഓവർലാപ്പ് ചെയ്യണം. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു? ഹൈ ഓളിയോ ഉണ്ടാവും അല്ലെ? 2 സെഷനും കൂടി ഓവർലാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഏരിയയിൽ, ഈ സ്പെസിഫിക് ഏരിയകളിൽ എന്തുണ്ടാവും? വോളിയംസ് ഭയങ്കര കൂടുതലായിരിക്കും. ഓവർലാപ്പ് ചെയ്യുന്ന ഏരിയയിൽ ഹൈ വോളിയം ആയിരിക്കും. ഓക്കെ. അപ്പോൾ ആ ഹൈ വോളിയത്തിലും ആൾക്കാർ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കിൽ സോൺ എന്താണ്? കിൽ സോൺ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഓവർലാപ്പ് ചെയ്യുന്ന ഫസ്റ്റ് 1 hour ഹൈ വോളിയം ആയിരിക്കും. കാരണം ഇപ്പോൾ ലണ്ടൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ന്യൂയോർക്കിന്റെ സെഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അവിടുത്തെ മെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ, അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന എല്ലാ രാജ്യത്തുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ടൈമാണ്. ആ 1 hour
മിക്ക സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഹൈ വോളിയം വരുന്ന ടൈം ആയിരിക്കും. ആ 1 അവറിൽ നല്ല വോളിയം അവിടെ വരും. അപ്പൊ അത് നല്ല നല്ല നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന വോളിയത്തെക്കാളും കൂടുതലായിരിക്കും ആ ഓപ്പണിംഗ് ടൈമിൽ കാണുന്നത്. 8 ട്രില്യൺ വോളിയം ഉള്ള മാർക്കറ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ 1 അവർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്പൺ ചെയ്യുന്ന 2 ടൈമിങ് ഒരേ ടൈമിൽ വരുന്ന ആ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ നിന്നുള്ള ഭയങ്കര സ്പൈക്കുകളൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട്. ഇവിടെയാണെങ്കിലും നല്ല രീതിയിലുള്ള വോളിയൂംസ് ജനറേറ്റ് ചെയ്യാറുണ്ട്. ആ ഒരു പീക്ക് ടൈം എന്നൊക്കെ പറയുന്നതാണ് കിൽ സോൺ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓവർലാപ്പ് ചെയ്യുന്ന മൊത്തം ടൈമല്ല. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ, എവിടെയായിരുന്നു ഇത്, നമുക്ക് മൊത്തം ടൈമിംഗ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ ടൈമിംഗ് എന്ന് പറയുന്നത് ഏകദേശം 5:30 തുടങ്ങി 10:30 വരെ ഉണ്ട്. അപ്പോൾ ഇത്രയും ടൈം മൊത്തം കിൽ സോൺ അല്ല. ഈ ആദ്യത്തെ ചിലപ്പോൾ 5:30 തുടങ്ങി ഒരു 6:15 വരെ നല്ല വോളിയം കാണും. ആ ഒരു ടൈമിലായിരിക്കും ഏറ്റവും കൂടുതൽ കിൽ സോൺസ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലൊരു വോളിയം, 1 അവർ നല്ല വോളിയം ഉണ്ടാവും. ആ ടൈമിലായിരിക്കും ഏറ്റവും നല്ല പീക്ക് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ കിൽ സോൺ. പിന്നെ ഹൈ വോളിയം ആയിരിക്കും ഈ ഓവർലാപ്പ് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ 1 അവർ നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. അതായത് നോർമൽ വോളിയത്തെക്കാളും വളരെ ഹൈ ആയിട്ട് നിൽക്കുന്ന വോളിയം ഉള്ള ടൈം. കിൽ സോൺസ് എന്ന് പറഞ്ഞാൽ അതാണ്. ഓവർലാപ്പിംഗ് ചെയ്യുന്ന ഫസ്റ്റ് 1 അവർ അത് കിൽ സോൺസ് ആയിട്ട് ആക്ട് ചെയ്യും. നമുക്കതിന് മനസ്സിലാവാനായിട്ട് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഞാൻ ചാർട്ടിൽ വരയ്ക്കുമ്പോൾ ഓൾറെഡി അത് ജസ്റ്റ് ഓണാക്കി ഇട്ടാൽ മതി, നിങ്ങൾക്ക് അത് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്ന മെയിൻ പോയിന്റ് ഇതാണ്. നമ്മൾ എന്താണ് ട്രേഡ് ചെയ്യുന്നത്? എക്സ്ചേഞ്ച് ആണ് ട്രേഡ് ചെയ്യുന്നത് അല്ലേ? ഒരു കറൻസിയിൽ നിന്ന് വേറൊരു കറൻസിയിലോട്ടുള്ള എക്സ്ചേഞ്ച്. അതായത് ഇപ്പൊ നിങ്ങൾ ഇത് വായിക്കുകയാണെങ്കിൽ ദ വാല്യൂ ഓഫ് 1 കറൻസി എക്സ്പ്രസ്ഡ് ഇൻ ദ ടേം ഓഫ് അനദർ. ഫോർ എക്സാമ്പിൾ യൂറോ USD എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഇതിൽ യൂറോ ഉണ്ട് USD ഉണ്ട്. അപ്പോൾ ഇതിന്റെ വാല്യൂ എങ്ങനെ വന്നേക്കുന്നത്? ഇപ്പൊ നിങ്ങളൊരു ചാർട്ട് എടുക്കുകയാണ്, ഞാനൊരു ചാർട്ട് എടുക്കുകയാണ്. ഇതൊരു യൂറോ USDയുടെ ചാർട്ടാണ്. ഓക്കെ, യൂറോ USDയുടെ ചാർട്ടാണ്. അപ്പൊ ഇതിൽ എന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ഒരു വാല്യൂ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഹലോ ആ ഹലോ സാധാരണ ചാർട്ട് എത്ര സമയത്തിന്റെ സാധാരണ എടുക്കുക? 1 മിനിറ്റിന്റെ ആണോ, 15 മിനിറ്റ് ആണോ, 30 മിനിറ്റ് ഏതാണ് യൂസ് ചെയ്യാം? ചാർട്ട് നമ്മള് 15 മിനിറ്റ്സ് 1 അവർ ഒക്കെ. 15 മിനിറ്റ്സ് 1 അവറാ സാധാരണ യൂസ് ചെയ്യുന്നത്? അതെ, 1 മിനിറ്റിന്റെ യൂസ് ചെയ്യില്ല അല്ലേ? സ്കാൽപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് ക്വിക്ക് മൊമെന്റ്സിന് വേണ്ടി. ക്വിക്ക് മൊമെന്റ്സിന് വേണ്ടിയിട്ടാണ് 1 മിനിറ്റിന്റെ അല്ലേ? അതെ അതെ. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഹലോ പറഞ്ഞു. ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലിവറേജ് എടുത്തിട്ട് ചെയ്യുന്ന സംഭവമാണോ ഇപ്പൊ ഈ ചാർട്ട്? ഈ ചാർട്ടോ അല്ല, ഈ ഫോറക്സിന്റെ ലിവറേജ് എടുത്തിട്ട് ചെയ്യുന്നതല്ലേ? ലിവറേജ് ഉപയോഗിച്ചിട്ടല്ല നമ്മൾ സാധാരണ ഫോറക്സിന്റെ ചെയ്യാ? നമ്മള് എല്ലാത്തിനും ലിവറേജ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോ നമ്മൾ പറയുന്ന പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോ USD എന്നുള്ള ആ ഒരു കറൻസിയിൽ നമുക്ക് എന്തൊക്കെയാണുള്ളത്? യൂറോ എന്നുള്ള ഒരു കറൻസി ഉണ്ട്, USD എന്നുള്ള ഒരു കറൻസി ഉണ്ട്. അപ്പൊ ഇത് തമ്മിലുള്ള എക്സ്ചേഞ്ച് ആണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെന്ന് ആണ് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ്? 1 യൂറോ എന്ന് പറയുന്നതാണ് ഇവിടെ കാണിക്കുന്ന വില. അതായത് USD, അതായത് നമ്മൾ യൂറോയിൽ നിന്ന് USDയിലോട്ടുള്ള. അപ്പൊ 1 യൂറോ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഡോളർ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എത്ര USD ആണ്? $1 എന്ന് പറഞ്ഞാൽ എത്ര USD ആ? 1. അല്ലെ, ഇന്ത്യൻ റുപ്പി പറഞ്ഞാൽ മതി. ഇന്ത്യൻ റുപ്പി ഒരു ഡോളർ 90 സംതിങ് അല്ലേ?
അല്ലേ? അതെ 92-93 ആണ് വരുന്നത് അല്ലേ? അതെ. അതേപോലെ തന്നെ ഒരു യൂറോ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എത്ര വരുന്നുണ്ട്? 1 ഇപ്പോഴത്തെ കറണ്ട് റേറ്റ് ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്ത് വെക്കാം. 1.1 സംതിങ് അല്ലേ? അതെ, ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്യാം. ഇതാണ് ആ പ്രൈസ്. 1.18 അല്ലേ? 1.362. ഇതാണ് ആ റേറ്റ് വരുന്നത്. ജസ്റ്റ് ഒന്ന് കളറിന് മാറ്റാം. 18302. ഓക്കെ. ഇതാണ് ഇപ്പോഴത്തെ എന്താണ് ഒരു യൂറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര USD കിട്ടും? 1.18302. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞോട്ട് $1 കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഇന്ത്യൻ റുപ്പി കിട്ടും? 93 രൂപ എന്ന് പറയുന്നത് തന്നെ ഒരു യൂറോ കൊടുത്തു കഴിഞ്ഞാൽ ഈ യൂറോന്ന് നമ്മളൊരു യൂറോ നിങ്ങൾ ഒരാൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ട് എത്ര രൂപ കിട്ടും എന്നാണ് പറയുന്നത്? 1.183. ഇപ്പൊ കറണ്ട് റേറ്റ് ആണ് പറയുന്നത്. ഇപ്പൊ ഈ ഫ്ലക്ച്വേഷൻ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? യൂറോയുടെ വില കൂടുന്നതിനനുസരിച്ചും ഈ മാർക്കറ്റ് പ്രൈസ് വരാം, USD പ്രൈസ് കൂടുന്നതിനനുസരിച്ചും ഇതിൽ ഫ്ലക്ച്വേഷൻ വരാം അല്ലെ? ഈ രണ്ടും കൂടുന്നതിനനുസരിച്ച് വരാം, ഒരെണ്ണം രണ്ടും കുറയണതിനനുസരിച്ച് വരാം, ഒരെണ്ണം കുറയണതിനനുസരിച്ച് വരാം, വേറൊരെണ്ണം കുറയണതിനനുസരിച്ച്. ഇതൊക്കെ ഈ രണ്ടെണ്ണത്തിന്റെ വില വ്യത്യാസത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ റേറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്തോണ്ടിരിക്കും ആണല്ലോ. അപ്പൊ ഈ ഫ്ലക്ച്വേഷനിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഇതിൽ ചെറിയ ചെറിയ ഫ്ലക്ച്വേഷൻസ് വരുമല്ലേ? ചിലപ്പോ 0.000 ഈ ലാസ്റ്റ് ഉള്ള ഡിജിറ്റ് മാത്രമേ ചിലപ്പോൾ ഫ്ലക്ച്വേറ്റ് ചെയ്യുള്ളൂ. ചിലപ്പോ ഈ ഇത്രയും ഫ്ലക്ച്വേറ്റ് ചെയ്യും, ചിലപ്പോൾ ഇത്രയും ഫ്ലക്ച്വേറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഫ്ലക്ച്വേഷന്റെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ അതായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുക. ഇതിൽ വരുന്ന ചെറിയ ചെറിയ ചേഞ്ചസ് ആയിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമ്മൾ ഈ ചെറിയ ഇതാകുമ്പോൾ നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി നമ്മൾ അന്നേരം വാങ്ങിക്കേണ്ടി വരൂല്ലേ? ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നും വാങ്ങിക്കണ്ട. അതില് ചെറിയൊരു ക്വാണ്ടിറ്റി വാങ്ങിക്കാൻ തന്നെ നല്ല പൈസയാവും. ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ലോട്ടിലേക്കൊക്കെ കടന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഇതില് നിങ്ങൾക്ക് ഇത് മനസ്സിലായോ എന്തിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെന്ന്? എങ്ങനെയാണ് ട്രേഡ്? ഇതെന്താണ് ഈ പ്രൈസ് വരുന്നതെന്ന് മനസ്സിലായി? ഇപ്പൊ ഏത് കറൻസി വെയർ എടുത്താലും അതൊരു എക്സ്ചേഞ്ച് വരുന്ന പ്രൈസ് ആണ് ഇവിടെ കാണിക്കുക. ഫസ്റ്റ് കിടക്കുന്ന വാല്യൂവിൽ നിന്ന് രണ്ടാമത് കിടക്കുന്ന വാല്യൂയിലോട്ട് എന്ത് ചെയ്തേക്കുന്നു? കൺവേർട്ട് ചെയ്തേക്കാണ്. ആ കൺവേർട്ട് റേറ്റ് ആയിരിക്കും നമ്മളിവിടെ കാണുക. സെക്കൻഡ് കിടക്കുന്ന കറൻസിയിലുള്ള വാല്യൂ ആയിരിക്കും ഇവിടെ കാണുക. ഫസ്റ്റ് കിടക്കുന്ന വാല്യൂവിന്റെ സെക്കൻഡ് കിടക്കുന്ന വാല്യൂ ആയിരിക്കും. അതായത് യൂറോ കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന USD പ്രൈസ് ആണ് ഇത്. ഓക്കെ, മനസ്സിലായോ? ആർക്കെങ്കിലും ക്ലിയർ ആവാനുണ്ടോ? മനസ്സിലായോ? മനസ്സിലായി. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലിയർ ആണ്. ക്ലിയർ. അതങ്ങോട്ട് എഴുതിയേക്കുന്നു. ഓക്കെ. പിന്നെ ഇതിൽ പറയുന്ന വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇതില് നമുക്കറിയാം കറൻസി പേഴ്സിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നമുക്ക് കറൻസികൾക്ക് ഒരു സിമ്പിൾ നെയിം ഉണ്ട്. ഓക്കെ, അതിപ്പോ നമ്മളിപ്പോ ഓസ്ട്രേലിയ, കാനഡ കൺട്രീസ് പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയ, കാനഡ, ഇപ്പൊ ഓരോ കൺട്രീസിനും പല പല എന്തുണ്ടാവും കറൻസി നെയിം ഉണ്ട്. ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയൻ ഡോളർ, കാനഡ എന്ന് പറയുമ്പോൾ കനേഡിയൻ ഡോളർ, സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുമ്പോൾ ഫ്രാങ്ക് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഓരോ രാജ്യത്തിനും ഇപ്പൊ യൂറോ, പൗണ്ട്, യെൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പേരുണ്ടാവും. പക്ഷെ നമ്മള് ഓസ്ട്രേലിയൻ ഡോളർ എന്ന് പറഞ്ഞിട്ടല്ല നമ്മള് കറൻസി സെർച്ച് ചെയ്യുമ്പോൾ കിടക്കുന്നത്. അതിനൊരു സിമ്പിൾ നെയിം ഉണ്ടാവും. ഈ സിമ്പിൾ നെയിംസിന്റെ കോമ്പിനേഷൻ, ഈ സിമ്പിളിന്റെ കോമ്പിനേഷൻസ് ആണ് ഇപ്പൊ നമ്മളിവിടെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ എന്താണ് സെർച്ച് ചെയ്ത് നോക്കേണ്ടത്? ഇവിടെ കണ്ടോ യൂറോ USD എന്നുള്ള. അപ്പൊ അവിടെ ജസ്റ്റ് നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും അവിടെ തന്നെ വെക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഇവിടെ എവിടെയെങ്കിലും ഞെക്കിയിട്ട് ജസ്റ്റ് അവിടെ എവിടെയെങ്കിലും ഞെക്കിയിട്ട് യൂറോ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞ് യൂറോ USD ചാർട്ട് ഇവിടെ വരും.
അതേപോലെ തന്നെ നിങ്ങൾ ഏത് കറൻസിനെയാണോ സെർച്ച് ചെയ്ത് നോക്കേണ്ടത് അപ്പൊ അതിന്റെ എന്താ അടിക്കേണ്ടത്, സിമ്പലാണ് അടിക്കേണ്ടത്. ആ സിമ്പലാണ് ഇവിടെ കിടക്കുന്നത്. അതായത് കനേഡിയൻ ഡോളറിന്റെ നമ്മൾ കനേഡിയൻ ഡോളർ എന്ന് പറയുന്നത് ക്യാഡ് എന്ന് പറയാം. അപ്പൊ ക്യാഡ് എന്ന് പറഞ്ഞവിടെ സെർച്ച് ചെയ്യാം. ഓക്കെ. ക്യാഡ് ഓക്കെ. വേറൊരു ചാർട്ടിൽ കാണിക്കട്ടെ. ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ ക്യാഡിന് അടിക്കുകയാണെങ്കിൽ CAD അടിക്കുക. അപ്പൊ ക്യാഡ് എന്നുള്ള ഒരു ഇത് വരും. ക്യാഡിന്റെ തന്നെ കുറെ താഴ്ത്തോട്ട് ക്യാഡ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഞാൻ ക്യാഡ്. പിന്നെ നമ്മളിവിടെ എന്താ വേണ്ട, വേറെ ഇതിന് CAD USD അടിക്കാം. ഓക്കെ, കനേഡിയന്റെ USD അടിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും, കുറെ പേഴ്സിന്റെ കോമ്പിനേഷൻ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇത് എന്താണ്, ഇത് കുറെ ഡിഫറെന്റ് ബ്രോക്കേഴ്സ് ആണ്. ബ്രോക്കേഴ്സിന്റെ ചാർട്ടാ, സെയിം ചാർട്ട് തന്നെയാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രോക്കേഴ്സിന് ഓരോരോ ബ്രോക്കേഴ്സ് പല പല ചാർട്ട് അവരുടെ തന്നെ സെയിം. ഇപ്പൊ ഏതെടുത്ത് നോക്കിയാലും ഒരേ ചാർട്ടാ കാണാൻ പറ്റുള്ളൂ. പല പല ബ്രോക്കേഴ്സ് അവരുടെ ചാർട്ട് പബ്ലിഷ് ചെയ്തേക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യേണ്ടത് ഓണ്ടയുടെ ചാർട്ടാണ്. ഓണ്ടയുടെ ചാർട്ടിൽ വരുന്നത് ONDA. അപ്പൊ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുന്നത് ഓണ്ടയിൽ ഉണ്ടെങ്കിൽ മിക്ക ബ്രോക്കേഴ്സിൽ ആ ചാർട്ട് വരും. ഇപ്പൊ നിങ്ങൾ പല പല കോമ്പിനേഷൻസ് നിങ്ങൾക്ക് ഇതിൽ അടിച്ചു നോക്കാൻ പറ്റും. പക്ഷെ എല്ലാ കോമ്പിനേഷനും നിങ്ങൾക്ക് ബ്രോക്കേഴ്സിൽ ചാർട്ടിൽ കിട്ടണമെന്നില്ല. ആ ഒരു ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന സാധനം മാത്രമാണ് നിങ്ങൾ ബ്രോക്കേഴ്സിൽ കാണത്തുള്ളൂ. ഓണ്ടയുടെ ചാർട്ടിലുള്ള മിക്ക നിങ്ങൾ സെർച്ച്, ഇപ്പൊ ഞാൻ CAD USD അടിച്ചു. ക്യാഡിന് USD എന്നുള്ള പേര് മിക്കതിലും ഇല്ല, ഓണ്ടയിലില്ല. ഓണ്ടയിൽ വന്നേക്കുന്ന ഏതാ, ക്യാഡ് SGD എന്നുള്ള ഒരു പേരാണ് വന്നേക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ ആ പേര് മാത്രമാണ് വന്നിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പൊ യൂറോ USD ഒക്കെ അടിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഓണ്ട ഫസ്റ്റ് വന്നെടുക്കും. യൂറോ USD അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നത് ഏറ്റവും ഫസ്റ്റ് ഇങ്ങനെ വന്നെടുക്കും. ഓക്കെ, നിങ്ങൾ ഓണ്ടയുടെ ചാർട്ട് നോക്കുക. ഓണ്ടയുടെ ചാർട്ടിൽ ഇല്ലാത്ത ഓണ്ടയുടെ ചാർട്ട് കാണിക്കാത്ത പേഴ്സ് നിങ്ങൾ നോക്കണ്ട. ഇപ്പൊ GBP USD ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നത് അതെ, ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട് ആണ്. അപ്പൊ അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നതാണ് ഓണ്ടയുടെ ചാർട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡബിൾ ആയിട്ടുള്ള ആ പേഴ്സ് നിങ്ങൾക്ക് ഓണ്ടയുടെ ചാർട്ടിൽ കിട്ടും. ഇപ്പൊ ബാക്കിയുള്ളതൊക്കെ ഇതേപോലത്തെ ഓണ്ടയെ പോലെയുള്ള ബ്രോക്കേജ്, ഓണ്ട ഒരു അൽപാരി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ബ്രോക്കറാണ്. ഓക്കെ, അപ്പൊ അവരുടെ അപ്പൊ അതേപോലത്തെ ഉള്ള പല പല ബ്രോക്കേഴ്സിന്റെ ചാർട്ടുകളാണ്. സെയിം സാധനം തന്നെയാണ് ഈ ഫുള്ളും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ സാധനമൊന്നുമല്ല. പല പല ബ്രോക്കേഴ്സിന് ഇപ്പൊ ഒരു ചാർട്ട് എടുത്താലും ഇതെടുത്താലും ഒക്കെ ഒരേ ചാർട്ടാ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പല പല ബ്രോക്കേഴ്സിന്റെ ഏതിലുള്ള ചാർട്ടാണ്, അൽപാരിയാണോ? അല്ല, ഇത് ട്രേഡിംഗ് വ്യൂ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ട്രേഡിന്റെ ചാർട്ട് കാര്യങ്ങൾ മാത്രം നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ട്രേഡിംഗ് വ്യൂ. ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലെ കൂടി നോക്കുന്നല്ലേ? ട്രേഡിംഗ് വ്യൂ എന്നുള്ള പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മൾ ഇതേപോലത്തെ ഉള്ള ചാർട്ട് അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ഇതേപോലത്തെ ഉള്ള പല പല ബ്രോക്കേഴ്സിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താ സെർച്ച് ചെയ്ത് കൊടുക്കേണ്ടത്, സിമ്പിൾസ് ആണ് സെർച്ച് ചെയ്ത് നോക്കേണ്ടത്. നിങ്ങൾക്ക് ഇത്ര 3 അക്ഷരമൊക്കെ ഉണ്ടാവുള്ളൂ, മൂന്ന് ലെറ്റേഴ്സ് ഉണ്ടാവുള്ളൂ. ഏതാണോ ഇതിന്റെ ഇത് വരുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, നിങ്ങൾ ജസ്റ്റ് നെറ്റിൽ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇപ്പോൾ ഏതാ സെലക്ട് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലല്ലോ, നിങ്ങൾ ഏതാണ് സെലക്ട് ചെയ്യാൻ പോണേന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അതിന്റെ സിമ്പിൾസ് എന്നും പറഞ്ഞു ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും. ChatGPT വെച്ചിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാലും മതി. നിങ്ങൾ ആ ഒരു പേരടിച്ചോ, ഏതാണ് നിങ്ങൾ കൺട്രിയുടെ പേരടിക്കുക, അതിന്റെ യൂറോ ഇതാണ് എനിക്ക് വേണ്ടത്. അപ്പൊ അതിന്റെ ഫുൾ നെയിം അടിച്ചെടുത്തിട്ട് അതിന്റെ സിമ്പിൾ നെയിം ആണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പൊ സിമ്പിൾ നെയിം വരും. ആ സിമ്പിൾ നെയിം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്ത് നോക്കാം.
അവിടെ പോയിട്ട് സെർച്ച് ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏതാണോ USD എന്ന് അടിക്കുക. USD പേഴ്സിന്റെ ബാക്കിയുള്ള കോമ്പിനേഷൻസ് ഒക്കെ ഇവിടെ താഴത്തോട്ട് വരും. USD JPY കണ്ടോ, JPY എന്ന് അടിക്കുക. ജാപ്പനീസ് യെൻ ആണത്. അപ്പോൾ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടോ, അതൊക്കെ ഏറ്റവും ഫസ്റ്റ് ഓണ്ട കിടക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന സാധനമൊക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റും. വേറെ ഒന്നുമില്ല ഇതിൽ. നിങ്ങൾക്ക് അതിൽ തന്നെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സ്റ്റോക്കുകൾ വേണോ സ്റ്റോക്കുകൾ എടുക്കാം, സ്റ്റോക്കുകൾ ഇങ്ങനെ വരും. അതേപോലെ തന്നെ ഫണ്ടുകൾ എടുക്കാം. അതിങ്ങനെ ഫിൽറ്റർ ചെയ്യാം. നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസി എടുക്കാം. അതേപോലെ തന്നെ എന്നുവെച്ചാൽ USD ബേസ് ചെയ്തിട്ടുള്ള കുറെ സാധനങ്ങൾ അല്ലേ? USD ബേസ് ചെയ്തിട്ടുള്ളത് വരും. നിങ്ങൾ ഏതാണോ സെർച്ച് ചെയ്ത് നോക്കേണ്ടത് അതിനെ ബേസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ക്രിപ്റ്റോയിൽ ഏറ്റവും കൂടുതൽ BTC, എതീറിയം, അതേപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഈ കോയിൻസ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇതും വരും ഇവിടെ. ഓക്കെ. പിന്നെ കമോഡിറ്റി ആണെങ്കിൽ നിങ്ങൾ ആളടിച്ചാൽ മതി. അല്ലാണ്ട് കമോഡിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് അതൊക്കെയാണ് ഇതിൽ വരിക. അതേപോലെ തന്നെ പല ഇങ്ങനെ ബോണ്ട്, എക്കോണമി, നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫോറക്സ് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ട് സെർച്ച് ചെയ്ത് നോക്കാം. ഫോറക്സ് എന്ന് പറയുന്നത് കറൻസി ബേസ് മാത്രമാണ്. അപ്പൊ അതിന്റെ കോമ്പിനേഷൻസ് മാത്രമേ വരത്തുള്ളൂ. നിങ്ങൾക്ക് എല്ലാ കോമ്പിനേഷൻസും കാണാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം വരും അല്ലേ? അല്ല, കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള കറൻസി പെയറാണ് നിങ്ങൾക്ക് ഓൺലൈനിലുള്ള ചാർട്ടാണ് വേണ്ടത് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ ചാർട്ടാണ് ഇവിടെ അവൈലബിൾ ഉള്ളത്? ഓൺലൈയുടെ ചാർട്ടിൽ EURUSD അവൈലബിൾ ആണ്, GBP USD, USD JPY അവൈലബിൾ ആണ്. അതേപോലെ തന്നെ AUD ഓസ്ട്രേലിയൻ ഡോളർ, അപ്പോൾ അത് അവൈലബിൾ ആണ്. ഓസ്ട്രേലിയൻ ഡോളറിന് USD-ലോട്ടുള്ള കൺവേർഷൻ. പിന്നെ GBP JPY USD CAD, അതേപോലെ തന്നെ ന്യൂസിലാൻഡ് USD CHF, ഇതൊക്കെ നമുക്ക് ഓൺലൈയുടെ ചാർട്ടിലുള്ളതൊക്കെ നമുക്ക് ട്രേഡബിൾ ആയിട്ടുള്ള നമ്മുടെ ഏത് ബ്രോക്കറിലും അത് അവൈലബിൾ ആയിട്ട് കിട്ടും. ബാക്കിയുള്ളത് പിന്നെ കിട്ടുമെന്നുള്ള സെർച്ച് ചെയ്ത് നോക്കണം. അത് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടൂല. ഓൺലൈനിലുള്ളത് മിക്കതും കിട്ടും. ഓക്കെ. പിന്നെ പറയണ ടോപ്പിക് പിന്നെ പറയാൻ പോണത് കറൻസി പേഴ്സിനെ പറ്റിയാണ്. നമ്മൾ പറഞ്ഞു 2 കറൻസി ആയിട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതിന് ഫസ്റ്റ് വരുന്നതിന് നമ്മൾ ഫസ്റ്റ് ഒരു കറൻസി പെയർ എന്ന് പറഞ്ഞാൽ 2 കറൻസി ഉണ്ടാവും. അതിൽ ഫസ്റ്റ് കറൻസി എന്നാണ് സെക്കൻഡ് കറൻസിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നത് അല്ലേ? റേറ്റ് കൂടിയത് ഫസ്റ്റ് കറൻസി. റേറ്റ് കുറഞ്ഞത് ഏറ്റവും കൂടുതൽ കോമൺലി അങ്ങനെ വരാറ്. ഫസ്റ്റ് കിടക്കുന്നതിന് റേറ്റ് കൂടുതലും, സെക്കൻഡ് ഇപ്പൊ നിങ്ങൾ അപ്പൊ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കും. ഇവിടെ പോയിട്ട് നേരെ തിരിച്ചൊക്കെ സെർച്ച് ചെയ്ത് നോക്കും. ഇപ്പൊ അല്ലല്ല, ഇപ്പൊ യൂറോ USD എന്നുള്ളത് USD യൂറോ അടിച്ചു നോക്കൂലേ നിങ്ങള്? പക്ഷെ അപ്പൊ എന്ത് വന്നിട്ടില്ല, അപ്പൊ കോമ്പിനേഷൻസ് ഒക്കെ കുറഞ്ഞു കണ്ട ഒന്നാമത്. അപ്പൊ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ USD യൂറോ എന്നുള്ള ചാർട്ട് ഉണ്ടെങ്കിൽ തന്നെ, പക്ഷെ ഇതൊന്നും എന്തിലില്ല, നിങ്ങൾക്ക് ബ്രോക്കറിൽ ട്രേഡ് ചെയ്യാൻ കിട്ടത്തില്ല. മനസ്സിലായോ? അപ്പൊ അതേപോലത്തെ ഉള്ള പേഴ്സ് നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അതിനെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. അങ്ങനത്തെ പേഴ്സ് നമുക്ക് കിട്ടില്ല. USD ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഓൺഡേയുടെ ഉള്ള ചാർട്ട് മാത്രം നോക്കിയാൽ മതി. ഓക്കെ. അപ്പൊ അതിൽ ഫസ്റ്റ് കിടക്കുന്നത് യൂറോ, സെക്കൻഡ് കിടക്കുന്നത് USD. അപ്പൊ യൂറോയിൽ നിന്നാണ് USD-ലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള റേറ്റ് ആണ്, USD-യുടെ റേറ്റ് ആണ് ഇത് പറയുന്നത്, യൂറോയുടെ USD-യുടെ റേറ്റ്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് കിടക്കുന്ന കറൻസിന്റെ ബേസ് കറൻസി, സെക്കൻഡ് കിടക്കുന്ന കറൻസിന്റെ കോഡ് കറൻസി എന്നാണ് പറയുന്നത്. അപ്പൊ ബേസ് കറൻസി എന്ന് പറയുന്നത് ഫസ്റ്റ് കിടക്കുന്നത്, സെക്കൻഡ് കിടക്കുന്നത് കോഡ് കറൻസി. ബേസ് കറൻസിന്നാണ് കോഡ് കറൻസിയിലോട്ടുള്ള എന്ത് കൺവേർഷൻ നടന്നിട്ടുള്ള റേറ്റ് ആണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ. അപ്പൊ ഇതില് നമ്മളിപ്പോ പറയുമ്പോ നമ്മൾ ഈ ബേസ് കറൻസിനെയാണ് സത്യം പറഞ്ഞ ട്രേഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇവിടുന്ന് ഇതിപ്പോ മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്ന് പറയുമ്പോഴും ഇതിപ്പോ ഗോൾഡിന്റെ ആണ്, ഗോൾഡ് USD-ലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇതാണ് ചാർട്ടാണിത്. അപ്പൊ നമ്മൾ ഗോൾഡിനെ മുകളിലോട്ട് പോകുന്നതാണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മുകളിലോട്ട് പോകുന്നതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ. ഗോൾഡ് മുകളിലോട്ട് പോകുന്നു, USD മുകളിലോട്ട് പോകുന്നല്ല പറയുന്നത്. മനസ്സിലായ?
ഗോൾഡ് മുകളിലോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യണം? ഗോൾഡ് ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, ഒരു സാധനം കൊടുക്കുകയാണ്, നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ എന്ത് ചെയ്യണം? അതിന് ഇക്വലന്റ് എക്സ്ചേഞ്ച് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഗോൾഡ് നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ USD എന്ത് ചെയ്യണം? USD കൊടുക്കണം. അതെ. അപ്പൊ അങ്ങനെ ഒരു എക്സ്ചേഞ്ച് നമ്മളിപ്പോ പൈസ കൊടുത്തിട്ട് സ്വർണം വാങ്ങിക്കുന്ന പോലെ. അതെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താ ഇതിന്റെ ചാർട്ട് എന്തായിരിക്കും? USD എന്നുള്ള ചാർട്ട് താഴ്ത്തോട്ട് പോകും അല്ലെ? അപ്പൊ ഗോൾഡ് അപ്പൊ നിങ്ങൾ ഗോൾഡ് ബൈ ചെയ്യാൻ ഇവിടത്തെ നടക്കുമ്പോൾ ബൈ ക്ലിക്ക് ചെയ്യുമ്പോൾ USD എന്നുള്ളത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി സെല് ചെയ്യാണ്. അതാണ് അതിൽ നടക്കുന്ന ഓപ്പറേഷൻ. ഒരു സാധനം ബൈ ചെയ്യാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള USD കൊടുക്കണം. അതാണ് അവിടുത്തെ ട്രേഡിംഗ് സ്റ്റൈൽ, അതാണ് ഓപ്പറേഷൻ. അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ബൈ ഞെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് USD സെല്ലാവും. ഓക്കെ, അപ്പൊ അതാണ് നടക്കുന്നത്. അപ്പോ ഏറ്റവും നമ്മള് ഇതില് ബേസ് കറൻസിനെയാണ് നമ്മൾ ബൈ ചെയ്യണം, സെല് ചെയ്യണം കേട്ടോ. ബേസ് കറൻസി എന്താണ്? ഏറ്റവും ഫസ്റ്റ് നടക്കുന്ന കറൻസിയാണ് ബേസ് കറൻസിനെയാണ് നമ്മൾ ബൈ ചെയ്യുന്നത്, സെല് ചെയ്യുന്നത്. ഓക്കെ ആണോ? പിന്നെ ഇതില് മേജർ ആയിട്ട് പറയുന്നത് നമുക്ക് പല ടൈപ്പ് കറൻസി പേഴ്സിന് മാത്രമേ ഞാൻ പറയാണ്. കറൻസി പേഴ്സിന് നമ്മൾക്ക് 3 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് മേജർ, 2 മൈനർ, പിന്നെ ഉള്ളതിന് എക്സോട്ടിക് എന്ന് പറയും. സിമ്പിൾ ആണ്. മേജർ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മളൊരു സാധനത്തിന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നോക്കേണ്ടത് ഏതാ? ഏറ്റവും ടോപ്പ്. ഇപ്പൊ Nifty 50-ലുള്ള സ്റ്റോക്കിന്, എയർലൈൻസ്, അദാനി, ഇതിലൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരണം. എന്തുകൊണ്ടാ? അത് പൊട്ടൂലെന്ന ആൾക്കാർക്ക് അത്ര കോൺഫിഡൻസാ. അവിടെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതേപോലെ തന്നെ ടോപ്പ് കൺട്രീസ്, USA പോലെയുള്ള വലിയ കൺട്രീസിലായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മേജർ കറൻസിയിൽ വിടും. കാരണം അത് സമ്പദ് വ്യവസ്ഥ അവരുടെ ഹൈ ആണ്. അപ്പൊ അതില് അങ്ങനെ പെട്ടെന്ന് ഇടിയൂല സമ്പദ് വ്യവസ്ഥ എന്നുള്ളൊരു ഇതില്. അപ്പൊ ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാലോ. യുദ്ധം വരാം, അല്ലെങ്കിൽ അങ്ങനത്തെ എക്കോണമി സ്റ്റേബിൾ ആയിരിക്കില്ല, റിസഷൻ വരാം. അപ്പൊ ആൾക്കാരുടെ സ്ട്രോങ് വീക്ക്നെസ് അവിടെ കാണൂലേ. അപ്പൊ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ആയിരിക്കും മേജർ കറൻസിയിൽ വരിക. അതിലിപ്പോ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് വരും, അമേരിക്കൻ കൺട്രീസ് വരും. ഓക്കെ, അപ്പൊ അതിന്റെ കോമ്പിനേഷൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടാവും. നിങ്ങൾ ഇതിൽ നോക്കിയ കഴിഞ്ഞാൽ കുറച്ച് കോമ്പിനേഷൻസ് ഇതിൽ കിടപ്പുണ്ട്. ഇത് വേറെ കോമ്പിനേഷൻസും ഉണ്ട്. മേജർ ആയിട്ട് വരുന്ന കോമ്പിനേഷൻസ് ഇങ്ങനെയാണ്. ഇതിപ്പോ ഇതിൽ കാണിക്കുന്നല്ലേ യൂറോ USD, പിന്നെ GBP USD CHF, USD JPY, CHF Swiss franc. ഓക്കെ, USD വെച്ചാൽ USD yen, ജപ്പാനീസ്, കനേഡിയൻ അല്ല? അതെ, USD കനേഡിയൻ. ഓക്കെ, ഫൈൻ. ഫസ്റ്റുള്ള യൂറോ USD ബ്രിട്ടന് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പിന്നെ USD ഫസ്റ്റ് കറൻസി ആയിട്ട് വരും അല്ലെ? അങ്ങനെയല്ല, ഇത് പല കോമ്പിനേഷനിൽ തിരിഞ്ഞു വരും. ഇത് വേറെ കുറെ എക്സാമ്പിൾ ഉണ്ട് ഇതിന്. കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ ഇതിൽ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, ശരി. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിന്റെ കോമ്പിനേഷൻസ് ആണ് മേജർ കറൻസീസ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ പറയാല്, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിലാണ് ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ അല്ലെ? 8 ട്രില്യൺ വോളിയം വരുന്നതും ഇതേപോലത്തെ ഉള്ള മേജർ കറൻസിയിലായിരിക്കും. ഇതിലായിരിക്കും ആൾക്കാർ കൂടുതൽ ട്രേഡ് ചെയ്യുന്നുണ്ടാവും അല്ലെ? അതെ. അപ്പൊ ഈ മേലെയുള്ള ഇപ്പൊ ഈ 5 എണ്ണത്തിലാണ് കൂടുതൽ ഉണ്ടാവുക, കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യത്തുള്ളൂ. അപ്പൊ ടോപ്പിലുള്ളത് യൂറോ USD ആണ്. അതെ. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന കറൻസി പേഴ്സ് ആണ് നമ്മളിപ്പോ കാണിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും? ഭയങ്കര വോളിയം ഉണ്ടാവും, ഹൈ ലിക്വിഡേറ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അടുപ്പിച്ച് ബയേഴ്സും സെല്ലേഴ്സും ഒക്കെ ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ അടുപ്പിച്ചടിച്ച് ഭയങ്കര, അപ്പൊ 8 ട്രില്യൺ ഒഴുകുന്ന മാർക്കറ്റാണ്. അപ്പൊ അത്രയും വോളിയം അവിടെ ഉണ്ടാവും. ഓക്കെ, ഒരുപാട് മൂവ്മെന്റുകൾ കിട്ടും. നല്ല മാർക്കറ്റ് എപ്പോ വേണമെങ്കിലും ബൈയും സെല്ലും എടുക്കാൻ പറ്റും. SL വെച്ച് കഴിഞ്ഞാൽ സ്പോട്ടിൽ നമുക്ക് SL ഹിറ്റ് ആവും, അല്ല സോറി എക്സിക്യൂട്ട് ആവും ഓർഡേഴ്സ് പെട്ടെന്ന്. പെട്ടെന്ന് നടക്കും മറ്റുള്ള മാർക്കറ്റിനെ അപേക്ഷിച്ച്.
ഇപ്പൊ നമ്മള് ഇപ്പൊ അത് ഇട്ടിട്ട് നിങ്ങൾ കിടന്നുറങ്ങാൻ പോയാലും അത് എക്സിക്യൂട്ട് ആവും ഉറപ്പായിട്ടും. കാരണം അവിടെയൊക്കെ ബയേഴ്സും സെല്ലേഴ്സും ഉണ്ട്, അവിടെ ഇല്ലാത്ത സ്പേസ് ഇല്ല. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതാണ് മൈനർ കറൻസി. വേറെ ഒന്നുമില്ല, ഡെവലപ്ഡ് കൺട്രി തന്നെ. പക്ഷെ നിങ്ങൾക്കറിയാം ലോക പോലീസ് ഏതാ, വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് കൺട്രി ഏതാ? USD കറൻസി മാത്രം ഇതിൽ ഉണ്ടാവില്ല. ബാക്കിയുള്ള കറൻസിയുടെ കോമ്പിനേഷൻസ്, ബാക്കി ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസിന്റെ കോമ്പിനേഷൻസ് എല്ലാം ഉണ്ടാവും മൈനറിൽ. അപ്പോ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ മേജർ കറൻസിനെ അപേക്ഷിച്ച് വോളിയം ഇതിൽ കുറവായിരിക്കും. കാരണം USD ഇല്ലല്ലോ, അപ്പൊ ആൾക്കാർ അതിൽ കുറച്ച് ഇൻട്രസ്റ്റ് കുറവായിരിക്കും. അപ്പൊ ഈ പറയുന്നോട്ട് ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ചെറിയൊരു ഗ്യാപ്പ് ഒക്കെ വന്നു തുടങ്ങും, ചെറുതായിട്ട്. മറ്റേതിന്റെ അത്ര അടുപ്പിച്ചുണ്ടാവില്ല. ഇനി അടുത്ത കറൻസിയാണ് എക്സോട്ടിക് കറൻസി. അതൊക്കെ നമ്മുടെ കൺവേർട്ട് ചെയ്ത് വരുന്നത് നമ്മുടെ രാജ്യമൊക്കെ ഡെവലപ്പിംഗ് നേഷൻസിലോട്ടാണ് വരുന്നത്. ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് നേഷനാണ്, ഡെവലപ്ഡ് ആയിട്ടില്ല, പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മറ്റുള്ള അപ്പൊ കൺട്രീസ് അത്ര വീക്ക് ആവണനുസരിച്ച് എന്താണ് അപ്പൊ പല പല കൺട്രീസ് ഇതിൽ INR വരുന്നുണ്ട്, അതേപോലെ തന്നെ പല പല രാജ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിൽ പാർട്ടിസിപ്പേഷൻ INR ഒക്കെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ലീഗലായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നിങ്ങള് അപ്സ്റ്റോക്ക്, സെറോദ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ യൂറോ INR എന്നുള്ള പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അതിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. 9 മണി തുടങ്ങി 3 മണി വരെ, 24 hours അല്ല, ആ ടൈമിൽ ഉണ്ട്. നിങ്ങള് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, യൂറോ INR എന്നോ എന്താണ് INR പേഴ്സ് മാത്രം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതൊക്കെ എക്സോട്ടിക്കിൽ വരുന്നതാണ്. വോളിയം വളരെ കുറവായിരിക്കും, ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഗ്യാപ്പ് കൂടി വരും. അപ്പൊ അതിനനുസരിച്ച് വോളിയം ഉണ്ടാവില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ കമ്പാരിറ്റീവ്ലി ലോ വോളിയം ആയിരിക്കും എന്തില്, ഒട്ടും വോളിയം ഉണ്ടാവില്ല എന്നല്ല എക്സോട്ടിക്കില്. മേജറിൽ ഹൈ വോളിയം ആണെങ്കിൽ മൈനറിൽ കുറച്ചും കൂടി കുറയും, എക്സോട്ടിക്കില് ഏറ്റവും കുറയും. അങ്ങനെയാണ് അതിന്റെ ഓർഡർ വരുന്നത്. അപ്പൊ ബയേഴ്സും സെല്ലേഴ്സും കുറഞ്ഞു വരും. ഓക്കെ, ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആവുന്നതും കുറയും. ഓക്കെ, അപ്പൊ അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പിപ്പാണ് വരുന്നത്. അപ്പൊ നമുക്കത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, അത് ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കണം. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിലായിരിക്കും അതിനെ കുറിച്ച് പറയാ കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഇത് മാത്രമേ ഉള്ളൂ. ഇനി പിപ്പ് എന്ന് പറയുന്നത് കുറച്ച് നിങ്ങൾക്ക് പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ വെച്ച് പറയാനുണ്ട്. അപ്പൊ ഒക്കെ കൂടി തലയിപ്പ് കേട്ടണ്ട. നിങ്ങൾ ഇതുവരെ പറയുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ഉണ്ടോ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും? കറൻസിൻ്റെ അതിന്റെ കോഡ് വെച്ചിട്ട് USD, അങ്ങനെ കനേഡിയൻ അങ്ക് CAD, അതുപോലെ പിന്നെ ഉള്ള കാര്യം വെച്ചാല് പിന്നെ അതിന്റെ പേയേഴ്സ്, യൂറോ USD പേയേഴ്സ്, ഇത് പൗണ്ട് അതിന്റെ പേയേഴ്സ്, ഓരോന്നിന്റെ പേയേഴ്സ് ഇതെല്ലാം മനസ്സിലായി. പിന്നെ എന്താ പറഞ്ഞ, പിന്നെ മൈനർ, മേജർ കറൻസി, മൈനർ, എക്സോട്ടിക്, ഇത്രയും കാര്യമാണ് ഇതിൽ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. മേജർ കറൻസി എന്താണ്, എക്സോട്ടിക് എന്താണ്, ഇത് തമ്മിലുള്ള സിമ്പിൾസിന്റെ ഇത്രയും കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെയാ വരുന്നത്, സ്കിൽ സോൺ എന്താണ്, പിന്നെ വോളിയംസ് ഇത്ര 4 സെഷൻസ്, ഓവർലാപ്പിംഗ് ടൈം എന്താണ്, ആവറേജ് വോളിയം, ഡെയിലി ആവറേജ് വോളിയം, ഫോറക്സിന്റെ ആരൊക്കെയാണ് പാർട്ടിസിപ്പേഷൻ വരുന്നത്, ഫോറക്സ് എന്താണ്, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കാര്യങ്ങളോട് ഇൻഡെപ്ത് ആയിട്ട് പറയാനുണ്ട്. അടുത്ത വരും ക്ലാസ്സുകളിൽ നമ്മൾ അതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടതായിരിക്കും കേട്ടോ. ഓക്കെ അല്ല എല്ലാവർക്കും? അതിന്റെ പേരോട്ടെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.